ഡൽഹിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ സമരത്തിലേക്ക്. ഇന്ധനവില ഉയർന്ന സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം. മെയ് 21 മുതൽ 23 വരെ പണിമുടക്കി സമരം ചെയ്യുമെന്ന് ഡ്രൈവർമാരുടെ സംഘടന പറയുന്നു. ഗൗതം ആമർഗോജം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. ഗൗതം, എന്തായാലും വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് പോലും ഈ ഇന്ധനവില കൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. രുചിഷ്, അതുതന്നെയാണ് കാരണം. ഇന്നും ഇന്ധനവില കൂടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഡീസലിന് 83 രൂപയും 83 പൈസയും അതോടൊപ്പം തന്നെ പെട്രോളിന് 89 പൈസയും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, പ്രത്യേകിച്ച് ഡൽഹിയിലെ ഡ്രൈവർമാർ സമരവുമായി രംഗത്തേക്ക് എത്തുന്നത്. മെയ് 21 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് സമരത്തിലേക്കാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം സംബന്ധിച്ച് പണിമുടക്ക് നടത്താൻ പോവുകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. നേരത്തെ പെട്രോൾ ഡീസൽ വില വർധനയ്ക്കൊപ്പം CNG വിലയും, ഡൽഹിയിൽ ഉൾപ്പെടെ CNG വിലയും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഡൽഹിയിലെ മലിനീകരണ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഇലക്ട്രിക് CNG വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശം വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ CNG വാഹനങ്ങൾ പോലും നിരത്തിലിറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇന്ധനവില മാറി എന്നാണ് ഡ്രൈവർമാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാറിയ ഇന്ധനവിലയ്ക്ക് അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നിരക്ക് വർധന ആവശ്യമാണ്. ഈ ഓട്ടോ ടാക്സി റേറ്റ്, അതായത് ഇപ്പോൾ ഓടുന്ന നിരക്കിൽ ഓടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് കുടുംബം പുലർത്താൻ കഴിയുന്ന സാഹചര്യമല്ല. അതിന് കാരണം ഈ വർദ്ധിച്ച ഇന്ധനവില, അതിന് ഇന്ധന ചിലവായി വലിയ തുക നൽകേണ്ടി വരുന്നു. അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്ധനവില വർദ്ധിച്ചതിന് ആനുപാതികമായി നിരക്ക് വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പൊതുവിൽ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമരം കൂടി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ വലിയ വർധനവിലേക്ക്, അതായത് ജീവിക്കാനുള്ള സാഹചര്യത്തിൽ ചിലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. ഒന്ന്, ഇന്ധനവിലയുമായി ബന്ധപ്പെട്ടുള്ള വർധനവ് കാരണം പച്ചക്കറികൾക്കും അതോടൊപ്പം തന്നെ അവശ്യ വസ്തുക്കൾക്കും ഹോട്ടൽ ഭക്ഷണത്തിനും ഉൾപ്പെടെ ഇപ്പോൾ വലിയ വർധനവ് വിലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിരക്ക് വർധന കൂടി വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഡൽഹിയിൽ ഈ സമരം അടുത്ത ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്കയുള്ളത്. ചിലപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. കേരളത്തിൽ ഉൾപ്പെടെ ബസ് ഉടമകൾ ഇത്തരത്തിൽ വർധനവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ. ഗൗതം, എന്തായാലും ഡൽഹിയിലാണ് ഇത്തരത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നതിലാണ് ആശങ്ക. എന്തായാലും ഈ തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ഇന്ധനവില കൂടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് പോകുന്നത്.